ആൽബം വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് അതിന്റെ മേലൊക്കെ എത്തിക്കണ എന്താണ് എന്താ പുറപ്പാട് എനിക്ക് വല്ല പുടിയുണ്ടോ ഇതൊന്ന് മാറ്റിത്തരോ അങ്ങനെ നിക്ക് മാറ്റ് റെഡി അതിനൊന്നും എടുക്കടി ഇത് പഴയ 1986 ആൽബം ഇതിന്റെ മ്യൂസിക് തന്നെ കേൾക്കുമ്പോ ഒരു ഗോസ്റ്റ് അല്ലേ പണ്ടത്തെ കേക്കണ്ട മ്യൂസിക് കേക്കണ്ട 1986 അത് ഡേറ്റ് നിങ്ങൾ കണ്ടോളി 9/9/1986 ആൽബാണത് നൊസ്റ്റാൾജിയ ഇതിലുള്ള ഓരോ പിക്ക് നിങ്ങൾ കാണണം ഓ രാജാക്കന്മാരാണ് ഇതിലുള്ളത് രാജാക്കന്മാർ ഇതൊക്കെ എന്താ 1986 ഒക്കെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അന്നത്തെ കാക്ക ഞങ്ങള് ഫോട്ടോ എടുക്കണില്ല നമ്മള് ഫോട്ടോ എടുക്കുന്നില്ല ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് ആരും ഫോട്ടോ എടുക്കരുത് എന്ന് പക്ഷെ നമ്മള് ഫോട്ടോ അല്ല വീഡിയോ ആണ് എടുക്കുന്നത് അപ്പോ നമുക്ക് ആൽബത്തിലേക്ക് കടക്കാം ഗൈസ് അയ്യോ ഞാൻ ഇപ്പൊ തന്നെ വെക്കും ഇത് കണ്ടങ്ങള് ഇതാണ് ഇവിടുത്തെ ഇതാണ്ടാ ഇവിടുത്തെ ഉപ്പയാണ് ഇപ്പോൾ മരിച്ചു പോയി ഇപ്പോൾ അവർക്ക് 2 മാസമായിട്ടുള്ളൂ മരിച്ചിട്ട് പക്ഷെ ഇവിടുത്തെ ഉപ്പയാണത് കേട്ടോ ഏതായാലും ലുക്ക് ഇതൊക്കെ മറ്റേ ഇയാളാ വില്ലനില്ലേ കറക്റ്റ് വീരപ്പനല്ലടി നമ്മളെ പഴയ സിനിമയിലുള്ള ഒരു വില്ലന്മാരൊക്കെ ഉണ്ട് അതൊക്കെ കറക്റ്റ് ഇതൊക്കെ ഏത് ഇത് ഇമ്മണ് ചുറുക്കന്നെ അല്ലേ കറക്റ്റ് ഋഷുവിന് എവിടെയൊക്കെ മറ്റേ ഇതാ ഇവിടെ ഒരു ചെറിയൊരു കട്ട് അവിടെയും ഇവിടെയൊക്കെ ഉണ്ട് ഇല്ലേ എവിടെ നോക്കിയ എൻ്റെ ഒരു കട്ട് എവിടേക്കോ പോയ നിരങ്ങി ഇതൊക്കെ കുഞ്ഞുപോയി ഇവിടെ എത്തിക്കണ് ഇല്ല ഇത് ജനിച്ചിട്ട് എത്ര തലമുറ വ്യത്യാസം ഉണ്ട് ഇത് അതിനെ മാറ്റേ ഇവിടെ അടുത്തത് ഇതൊക്കെ ആരാ ഇത് ഫായിസളിയനാ നിങ്ങള് അവിടെ നിന്ന് പറയുന്ന ഏതാലേ ഈ പഴയ ഫോട്ടോസ് വേറൊരു ഫീലാണല്ലോ കാണാൻ ഇതൊക്കെ നോക്ക് പഴയ ലുക്ക് ഈ ചങ്ങായി വില്ലൻ തന്നെ ഇവരൊക്കെ പടത്തിൽ അഭിനയിച്ചാണ് എവിടെ എത്തിയത് ഇതൊരു മസിൽമാൻ അന്നത്തെ ജിമ്മ് ഇത് ജയന്റെ അതേ ലുക്കിലെ ഇപ്പൊ അത് ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട് ഇത് ഇതല്ലേ ഇവിടുത്തെപ്പാ ഇമ്മ കറക്റ്റ് ഇവളെന്നെ ചെന്നൈ ഇതന്നെ കറക്റ്റ് ചെന്നൈ ഒരു മോയന്റെ ഡ്രസ് കിട്ടിക്കണോളൂ ഏതോ ഇതോ ഇതല്ലേ ഇതോ ഓ ഇത് ഉമ്മാന്റെ ആപ്പാന്റെ മക്കളാ 18-ാം വയസ്സിൽ കല്യാണം കഴിച്ചതാ 18-ാം വയസ്സിലോ ചെക്കൻ 18-ാം വയസ്സിൽ കല്യാണം കഴിച്ചിക്കണ അന്ന് അങ്ങനെയൊക്കെ പറ്റൂലേ എന്റെ റബ്ബേ അപ്പൊ അന്നത്തെ വയസ്സ് അപ്പൊ ഇപ്പൊ എത്ര വയസ്സുണ്ടാവും ആരിപ്പോ എന്താണ് മറ്റേ ഇവരൊന്നും കേക്കണ്ട ചെക്കന്മാര് ഞങ്ങൾക്കും വേണമെന്ന് പറയും ഇതൊക്കെ ഇതൊന്നല്ല ഇത് ഓളേന്ന് അതൊന്നും ഇതറിയില്ല നമുക്ക് റെജിയാത്ത നമുക്ക് ഇത് അന്നത്തെ ഇത് കളർഫുൾ ആണല്ലോ ഇത് 86 അല്ല ഇത് 86 തന്നെ ഓ അന്നത്തെ ഒരു ഫോട്ടോ ഇങ്ങനെയൊക്കെ അല്ലേ ഈ ഒരു എന്താണ് നൊസ്റ്റാൾജിയാണ് ഇങ്ങനത്തെ ഒരു ഫോട്ടോ ഇങ്ങനത്തെ തട്ട ഇത് കണ്ട ഇപ്പോഴും തട്ട ഇതേ തന്നെയാണ് ഇപ്പൊ തട്ടം ഫ്രീക്ക് അന്നത്തെ സ്റ്റൈലാണത് കമ്മലൊക്കെ അന്നില്ലേ അന്ന് ഇങ്ങനെ തട്ടിടക്കുന്നവര് ഇപ്പൊ എല്ലാരും ഇതിലാണല്ലോ നടക്കണത് ഇപ്പൊ ഈ താത്തൊക്കെ ഇപ്പം ഫുള്ള് ചുറ്റിട്ടൊക്കെ ആവും പക്ഷെ അന്ന് ഇങ്ങനെ അന്ന് ട്രെൻഡിങ്
അന്നിങ്ങനെ എല്ലാരും ഇങ്ങനെയാണ്. എന്റെ എല്ലാരും റബ്ബേ ചുറ്റുന്നില്ലേ? ഭയങ്കര സംഭവം കേട്ടോ ഇതൊക്കെ. ഇതൊക്കെ ഇപ്പൊ ഇരുന്ന് കാണുമ്പോ വേറെ ഗൾഫിൽ അന്നത്തെ കാലത്ത് അന്നത്തെ ഗൾഫത്തെ റൂമത്തെ സെറ്റപ്പ് ആണല്ലത്. ഈ TV, ഫോണ്. അന്ന് ഇന്നും വലിയ വ്യത്യാസങ്ങളില്ല, കുറച്ച് ടേബിളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, അത്രേ ഉള്ളൂ. അന്നത്തെ ജീപ്പ് എൻ്റെ മോനെ നരി മഹേന്ദ്രനെ അന്നത്തെയും ഇന്നത്തെയും ഒരേ പേരിനൊരു വ്യത്യാസവും ഇല്ല. എൻ്റെ റബ്ബേ ആ ഫോട്ടോ അത് വീണിക്കണ ചെന്നമ്മോ. ഇപ്പൊക്കെ ഇത് എന്താണ് അമ്മായിന്റെ, ഇവിടുത്തെ അമ്മായിന്റെ അമ്മോശാങ്കി അമ്മമ്മ. ഇതാണ് ഉമ്മാന്റെ ആപ്പ. ഇതോ ഇതിപ്പ. ഓ ഇപ്പൊ ഭയങ്കര ലുക്കാണ് ട്ടാ. കൊറേ ഇതില് പറയണെങ്കി കൊറേ നടന്മാരെ സാമ്യമുള്ള കൊറേ. ഇപ്പൊ ഭയങ്കര ലുക്കാണ്. ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. പക്ഷെ ഇതിലുള്ള ഫോട്ടോസ് ഒരു വേറെ എന്താണ് പ്രതീക്ഷപ്പെടുന്നു എന്താ അറിയില്ല. അൽ ഹയവാന ഇന്ദൽ ജിബർലക്ക, അത് എനിക്ക് മനസ്സിലായി. അഹമാമാരെ ഇതൊന്നും നിങ്ങള് അത് വിശ്വസിച്ച ഈ കുരിപ്പ് എന്താ അർത്ഥം? ഞാനൊക്കെ ഇതൊക്കെ അർത്ഥം വെച്ചാണ് ഞാൻ എന്റെ മുന്നിലിരിക്കോ. എന്നെ നോക്ക് ഇതെത്താ കൂട്ടപ്പള്ള കാണിച്ചു കണ്ട് കൂട്ടപ്പള്ള കാണിച്ചു ഒക്കെ പറഞ്ഞു വിളിച്ചോണ്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് ഇതാണ് അന്ന് നോക്കി ഈ ട്രെൻഡിങ് ഉണ്ടോ, അന്ന് ഈ ട്രെൻഡിങ് ഉണ്ട്. എന്താ ഈ സൗണ്ട് ഉണ്ടോ? പ്രേതങ്ങൾ ഉണ്ടാവുമല്ലോ പണ്ടത്തെ. ഇത് ഈ മറ്റേ ഇംഗ്ലീഷ് ഫിലിമിൽ കാണാം അങ്ങനത്തെ മ്യൂസിക്.